ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഹാപ്പി ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. മുരിങ്ങയിലേക്ക് ഇട്ടുള്ള ഒരു ദോശ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഇങ്ങനെയുള്ള ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പൊ ഞാൻ ഈ ദോശ ഉണ്ടാക്കാനായിട്ടേ കുറച്ച് പച്ചരി കുതിർത്താനിട്ടിരുന്നു. അപ്പൊ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം കൊണ്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ, അത് കഴുകി വൃത്തിയാക്കി നല്ല റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആ മുരിങ്ങയില നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത മാവുണ്ടല്ലോ, ആ മാവും കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മാവ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ ദോശ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം മാറ്റി വെച്ചാലും നല്ലതാണ്. പിന്നെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കണം നമ്മൾ മാവ് ഒഴിച്ചിട്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ച് വേണം ഈ ദോശ അങ്ങോട്ട് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പച്ചപ്പ് വരും, അതായത് അധികം വെന്ത് കിട്ടില്ല. നമ്മളിത് അരിക്ക് അരച്ചിട്ടേ അപ്പം തന്നെ ദോശ ഉണ്ടാക്കുമ്പോഴേക്കും അത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അടച്ചു വെച്ച് നമ്മൾ ചുട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ദോശ വെന്ത് കിട്ടും. അങ്ങനെ പച്ചപ്പൊന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെ, ഇതേപോലെയുള്ള ദോശ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുതേ. ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ടേ എത്രയും പെട്ടെന്ന് വീണ്ടും നമുക്ക് കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.